ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ ദൈവത്തിന്റെ വചനത്തോടുള്ളതായ ബന്ധത്തിൽ കടന്നു വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം കൃപ ചെയ്തല്ലോ. താല്പര്യത്തോടെ വചനത്തിന് മുമ്പിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം മനസ്സിലാക്കുവാൻ കർത്താവ് നമുക്ക് ജ്ഞാനം നൽകട്ടെ, താല്പര്യം നൽകട്ടെ, ഓർമ്മശക്തിയും ബുദ്ധിയും കർത്താവ് നൽകുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചതായ ഭാഗം പുറപ്പാട് പുസ്തകം 13-ാം അധ്യായമാണ്. ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. 12-ാം അധ്യായത്തിൽ പെസഹായോടുള്ളതായ ബന്ധത്തിൽ നിയമങ്ങൾ നൽകുന്നതായി കാണുവാൻ കഴിയും. അതിനുശേഷം സംഹാരദൂതനാലുള്ളതായ ഇസ്രായേലിലെ സംഹാരവും ഇസ്രായേൽ ജനത്തിന്റെ വിടുതലും നാം ചിന്തിപ്പാനായിട്ടിടയായി. 13-ാം അധ്യായത്തിൽ നാം കാണുന്നതായ പ്രധാനപ്പെട്ടതായ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്നതായ പ്രമാണമനുസരിച്ച് ഫസ്റ്റ് ബോൺ എല്ലാ കർത്താവിന് ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് ബോൺ അത് കുടുംബത്തിലെ മനുഷ്യരായാലും അതല്ല മൃഗങ്ങളായാലും അവരുടെ എല്ലാ മൃഗസമ്പത്തിലും ഫസ്റ്റ് ബോൺ എന്ന് പറയുന്നത് ദൈവത്തിനുള്ളതായിരിക്കണമെന്ന് ദൈവം അവർക്കൊരു ചട്ടം വെക്കുകയാണ്. അത് ലംഘിക്കുവാനായിട്ട് പാടില്ല. അപ്പോ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ദൈവിക വിഷയത്തുള്ളതായ ബന്ധത്തിൽ നാം ദൈവത്തിന്റെ മുമ്പാകെ എങ്ങനെ ആയിരിക്കണമെന്ന് അത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും പ്രഥമമായത്, ആദ്യത്തെ സെലക്ഷൻ എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുന്നതായിരിക്കും. എല്ലാം ചെയ്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാമെന്നോ, അല്ലെങ്കിൽ അധികമുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കാമെന്നോ, അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് അങ്ങനെ ഒരു വിഷയമല്ല നമുക്ക് ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തിൽ വരേണ്ടത്. എല്ലാറ്റിലും ആദ്യം ദൈവസന്നിധാനത്തിൽ വേർതിരിക്കണമെന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് 13-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. പിന്നെ 13-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചതായ മറ്റൊരു വിഷയം, എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ പിതാക്കന്മാർ കടന്നുപോയതായ ആ വഴിയിൽ കൂടെ, എളുപ്പ വഴിയിൽ കൂടെ എന്തുകൊണ്ട് അവരെ കൊണ്ടുപോയില്ല? വളരെ ഈസി ആയിരിക്കുന്ന, വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കനാൻ നാട്ടിൽ എത്തേണ്ടിയിരുന്നതായ ദൈവജനത്തെ ചെങ്കടലിന്റെ തീരത്തുകൂടെ എന്തുകൊണ്ട് ദൈവം നടത്തി? ചെങ്കടൽ കടത്തി എന്തുകൊണ്ട് അവരെ മരുഭൂമിയിൽ കൂടെ നടക്കുമാറാക്കി എന്ന് ഒരു ചോദ്യം, പ്രൈസ് ദി ലോർഡ്, അത് നമ്മുടെ ഉള്ളത്തിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ ചോദ്യത്തിന് മറുപടി 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞല്ലോ. 13-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ യുദ്ധം കാണുമ്പോൾ ജനം മടങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് ആ യുദ്ധം കടന്നു വരുമ്പോൾ, ശത്രുക്കൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് അവരെ ചെങ്കടൽ കടത്തി മരുഭൂമിയിൽ കൂടെ ദൈവം നടത്തുമാറാക്കിയത്. അത് ദൈവമാണ് അവരുടെ ഗതി നിർണയിച്ചത്. ദൈവമാണ് അവരുടെ പാത പറഞ്ഞു കൊടുത്തത്. ദൈവമാണ് അവർക്ക് വഴി നിർണയിച്ചത്. ദൈവിക വഴിയിൽ കൂടെ അല്ലാതെ നമ്മുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ ഈസി മെത്തേഡൊന്നും വാഗ്ദത്ത വിഷയങ്ങൾക്കോ നിത്യജീവനോ കരസ്ഥമാക്കുവാൻ കഴിയത്തില്ല എന്നുള്ള കാര്യവും കൂടെ നമുക്ക് 13-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ക്രൂഷ്യലായ ഒരു വിഷയത്തുള്ളതായ ബന്ധത്തിലാണ് നാം 14-ാം അധ്യായത്തിൽ വരുന്നത്. 14-ാം അധ്യായത്തിൽ they are crossing the Red Sea. അവരുടെ മുമ്പിൽ
ചെങ്കടൽ വഴിമാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഇതുവരെ പോകാത്തതായ ഒരു വഴിയിൽ കൂടെ ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തുകയാണ്. പ്രവാചകനായ യെശയ്യാവ് തന്റെ പ്രവചന പുസ്തകത്തിൽ 43-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നതായ ഒരു ഭാഗമുണ്ട്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അതറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. അപ്പോ എക്കാലത്തെയും ഉള്ളതായ ദൈവജനത്തോടുള്ളതായ ബന്ധത്തിൽ ഈ പ്രവചനം വളരെ ആപ്റ്റായി നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവവചനം എന്ന് പറയുന്നത് ടൈംലി ഇൻ ഇറ്റ്സ് ഗിവൺ ബട്ട് ടൈംലെസ് ഇൻ ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആണ്. യെശയ്യാവ് തന്റെ കാലത്ത് ജീവിച്ചിരുന്നതായ രാജാക്കന്മാരുടെ കാലത്ത് യഹൂദാദേശം അല്ലെങ്കിൽ യഹൂദ്യ എങ്ങനെയായിരുന്നുവോ അവരുടെ മേൽ വരാനിരിക്കുന്നതായ ന്യായവിധി വളരെ കർശനമായി സ്ട്രിക്റ്റായി പ്രവചിച്ചതായ പ്രവാചകനാണ് യെശയ്യാവ്. ആ ജനത്തിന് വരേണ്ടതായിരിക്കുന്നതായ കഷ്ടത ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ദൈവത്തിന്റെ പ്രവൃത്തി അവർക്ക് വേണ്ടി വെളിപ്പെടുന്നതായ ആ ഘട്ടവും കൂടെ പ്രവാചകനിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. ഇപ്പൊ ദൈവ വഴി വിട്ടുപോകുന്നതായ ഒരു ദൈവ പൈതലിന് ശിക്ഷാവിധി ദൈവം നിർണയിക്കുമ്പോൾ തന്നെ മടങ്ങി വന്ന് ദൈവസന്നിധാനത്തിൽ അഭയം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം സുരക്ഷിതമായ യാത്രാ പദ്ധതികൾ ഒരുക്കുമെന്നുള്ളതാണ് ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അതറിയുന്നില്ലയോ? യെശയ്യാവിന്റെ കാലത്താണ് അത് പ്രവചിച്ചതെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുന്നതായ നമ്മൾക്കും ഇതേ പ്രവചനം ആപ്ലിക്കബിൾ ആണ്. അതാണ് ടൈംലെസ് ഇൻസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോ ദൈവം പുതിയതൊന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ വിശ്വസ്തനാണ്, ചെയ്യുവാൻ കഴിവുള്ളവനാണ്. നമ്മൾ വിചാരിക്കാത്തതായ വഴി, വിചാരിക്കാത്തതായ പാതകൾ, വിചാരിക്കാത്തതായ നന്മകൾ, അർഹിക്കാത്തതായ വിഷയങ്ങൾ ദൈവത്തിന് നമുക്ക് തരുവാനായിട്ട് കഴിയും. അത് വ്യംഗ്യാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ന് രാത്രിയിൽ ദൈവത്തോട് പറയാം, കർത്താവേ, എനിക്ക് വേണ്ടി അങ്ങ് മരുഭൂമിയിൽ വരണ്ടിരിക്കുന്നതായ അനുഭവത്തിൽ എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കണം, എനിക്ക് വേണ്ടി ഒരു നന്മ കർത്താവ് തരണം എന്ന് നമുക്ക് ദൈവത്തോട് പറയുവാൻ കഴിയണം. ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം ദൈവത്തോട് പറയുമ്പോൾ ദൈവം അത് ചെയ്യുവാനായിട്ടിടയായിട്ട് തീരും. ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു. ഇസ്രായേൽ ജനം പുറപ്പെട്ട് ഗോശൻ, സുക്കോത്ത്, എൽറ്റാസ, കാമിയാപ്പാസ്, ഉമ്മർസാം, വാഡിസുമ, വാദീക, ഏതാമിൽ നിന്ന് അവർ ചെങ്കടൽ തീരത്തെത്തി. ഇതാണ് അവരുടെ പാത. വേദപുസ്തകത്തിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാനായിട്ട് കഴിയത്തില്ല. ഗോശനിൽ നിന്ന് പുറപ്പെടുകയാണ്. ഇസ്രായേലോടെ പാർത്തിരുന്നത് മിസ്രൈമിലെ ഗോശൻ ദേശത്ത് പാർത്തിരിക്കുകയാണ്. ആ ഗോശൻ ദേശത്ത് അവർ സുക്കോത്തിലേക്ക് വന്നു. സുക്കോത്തിൽ നിന്ന് എൽറ്റാസയിലേക്ക് വന്നു. അവിടുന്ന് കാമിയാപ്പാസിലേക്ക് വന്നു. പിന്നെ ഉമ്മർസാം, വാഡീസുമ, വാദീഗ്യാവ്, ഏതാം എന്ന് പറയുമ്പോ അത് ചെങ്കടലിന്റെ തീരത്ത് ഉള്ളതായ പ്രദേശമാണ്. ആ ഏതാമിൽ വന്ന് അവര് പാളയമടിക്കുവാനിടയായി. നോക്കണം, ഏതാമിൽ വന്ന് അവര് പാളയമടിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് മുമ്പോട്ടുള്ളതായ പ്രയാണത്തിന് പ്രയാസം നേരിടുവാനിടയായി. കാരണം ചെങ്കടലിന്റെ തീരത്താണ് അവർ വന്നിരിക്കുന്നത്, മുമ്പിൽ ചെങ്കടലാണ്. അപ്പോ മുമ്പോട്ട് പോകണമെങ്കിൽ ചെങ്കടലിൽ കൂടെ ഒരു പാലം ഉണ്ടാകണം, ചെങ്കടൽ വിഭാഗിക്കപ്പെടണം, ചെങ്കടലിന്റെ
മുകളിൽ കൂടി കടന്നു പോകുവാനുള്ളതായ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ ഉണ്ടാകണം. അവരെ സംബന്ധിച്ച് ദേ ആർ ഹെൽപ്ലെസ് ആണ്. കാരണം ഒരൊറ്റ രാത്രി കൊണ്ടാണ് അവർ പുറപ്പെട്ടത്. അവർക്ക് പുറപ്പെടും, അല്ലെങ്കിൽ അവർ യാത്ര പുറപ്പെടും, മിസ്രയീം വിടുമെന്നുള്ളത് അവിടെ മനസ്സിലുണ്ടെങ്കിലും ഏത് വഴിയാണ് പോകേണ്ടത്, ആ വഴിയിൽ എന്തൊക്കെയാണ് കരുതേണ്ടത്, എന്തൊക്കെ ഞങ്ങൾ മുൻകരുതലുകൾ എടുക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇസ്രായേൽ മക്കൾക്ക് യാതൊരു ധാരണയുമില്ല. അതിനെക്കുറിച്ച് ദൈവം അവരോട് പറഞ്ഞതുമില്ല. സാധാരണ രീതിയിൽ നമ്മളൊരു യാത്ര പോകുമ്പോൾ ആ യാത്ര പോകുന്നതിന് ഡെസ്റ്റിനേഷൻ വരെയുള്ളതായ ദൂരം കണക്കാക്കും. ആ വഴിയുടെ പ്രത്യേകത നോക്കിയിട്ട് ആ പാത തരണം ചെയ്യുന്നതിനുള്ളതായ മാർഗങ്ങൾ നാം അന്വേഷിക്കും. എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അതിന് പ്രതിവിധി നാം തേടും. ഇങ്ങനെയൊക്കെ ചെയ്യാറാണ് പതിവ്. പക്ഷെ ഇവർക്ക് അതിനുള്ളതായ യാതൊരു മുൻനിർണയങ്ങളുമില്ലായിരുന്നു. ഏതുവഴിയാണ് പോകുന്നതെന്നോ, എത്ര ദിവസം കൊണ്ട് എത്തുമെന്നോ, ഏതാണ് വഴിയെന്നോ, ആ വഴിയിലുള്ളതായ പ്രതിസന്ധികൾ എന്താണെന്നോ ഒന്നും ദൈവം മോശയോടും പറഞ്ഞില്ല. അതുകൊണ്ട് മോശയ്ക്ക് ജനത്തോട് പറയുവാനായിട്ട് കഴിഞ്ഞുമില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ജനത്തിന് യാതൊരു മുൻകരുതലുകളുമില്ല. അവരുടെ പൊസഷൻസ് എല്ലാം കൂടെ, അവരുടെ സാമാനങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്തു? പെറുക്കി അവർ യാത്ര പുറപ്പെടുകയാണ്. അവരൊരിക്കലും വിചാരിച്ചില്ല ചെങ്കടലിന്റെ തീരത്ത് അവരെത്തുമെന്നുള്ള കാര്യം, ചെങ്കടൽ കടക്കേണ്ടി വരുമെന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ കുറെ പേരെങ്കിലും പുറപ്പെടാതിരുന്നേനേമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുകുട്ടികളെ കൊണ്ട് വരുന്നവർ യാതൊരു കാരണവശാലും പുറപ്പെടത്തില്ലായിരുന്നു. ചെങ്കടലിൽ കൂടി കടന്നു പോകണമെന്ന് അവർക്ക് നേരത്തെ ധാരണ ഉണ്ടായിരുന്നെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ജനം ഒരിക്കലും കന്നുകാലികളെ കൂട്ടത്തില്ലായിരുന്നു. ആ ചെങ്കടലിൽ കൂടി കടന്നു പോകണമെന്ന് അവർക്കൊരു ചെറിയ ഹിന്റ് ഉണ്ടായിരുന്നെങ്കിൽ, കരുത്തന്മാര് നീന്തലറിയാവുന്ന കരുത്തുള്ള, അല്ലെങ്കിൽ പാലം പണിയുവാൻ അറിയാവുന്ന, വെള്ളത്തിൽ കൂടെ പോകുവാൻ അറിയാവുന്നതായ ആൾക്കാർ ഒഴികെ ആരും പുറപ്പെടത്തില്ലായിരുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? ദൈവം പറയാതിരുന്നതിന്റെ കാരണം ജനമെല്ലാം വിടുവിക്കപ്പെടണമെന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ചില കാര്യങ്ങൾ ദൈവം നമ്മിൽ നിന്ന് മറച്ചു വെക്കാൻ കാരണം നമ്മുടെ വിടുതലിന് വേണ്ടിയാണ്. നാം കർത്താവെ അത് വെളിപ്പെടുത്തണമേ, അതെന്നോട് സംസാരിക്കണമേ എന്നൊക്കെ പറഞ്ഞ് നാം ഒത്തിരി വിഷയങ്ങൾ ദൈവത്തോട് ഡിമാൻഡ് ചെയ്യും, ദൈവത്തോട് നാം പ്രാർത്ഥിക്കും. പക്ഷേ നാം പ്രാർത്ഥിക്കുന്നതായ പല വിഷയങ്ങളും ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തി തരാതിരിക്കും. നമുക്ക് പലപ്പോഴും ദൈവത്തോട് നീരസം തോന്നാൻ ഇടയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിശ്വാസം വരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ പുറമുറുക്കുവാനും സാധ്യതയുണ്ട്. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒരിക്കലും മറുപടി കിട്ടിയില്ലല്ലോ എന്ന് നാം ചിന്തിക്കാറുണ്ട്, ചിന്തിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എന്തുകൊണ്ടാണ് അത് നമുക്ക് വെളിപ്പെടുത്താത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് ഗ്രഹിപ്പാൻ ചില വിഷയങ്ങൾ കഴിയുകയില്ല. നമ്മുടെ വിടുതലിൽ അത് തടസ്സമായി വരും. മുമ്പോട്ടുള്ളതായ ഗമനത്തിന് തടസ്സമായി വരും. വിശ്വാസത്തോടുള്ളതായ പ്രയാണത്തിന് അത് തടസ്സപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ചില വിഷയങ്ങൾ ദൈവം മറച്ചു വെക്കും. അതുകൊണ്ട് ഏതെങ്കിലും വിഷയത്തിന് മറുപടി നമ്മിൽ നിന്ന് ദൈവം മറച്ചു വെക്കുകയാണെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെടുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കി അത് നാം എന്ത് ചെയ്യുക? വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയേ നിവർത്തിയുള്ളൂ. അതങ്ങനെ വേണം നാം ചെയ്യുക. ഏതായാലും ഇവിടെ ചെങ്കടലിന്റെ തീരത്ത് അവരെത്തി നിൽക്കുകയാണ്. ആ ചെങ്കടലിന്റെ തീരത്ത് നിൽക്കുമ്പോ പ്രൈസ് ദി ലോർഡ്, അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. അവിടെ ജനത്തിന് മുന്നോട്ട് പോകുവാൻ കഴിവില്ലാതെ വണ്ണം അവരെന്ത് ചെയ്തു? വളരെ ഭാരപ്പെടുകയാണ്. ഏതായാലും കുറെ പേര് വിചാരിച്ചു നമുക്കിനി എന്തായാലും മടങ്ങിപ്പോകാമെന്ന്. പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ പുറകിൽ ഫറവോൻ സൈന്യമായി അവിടെ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അടുക്കുവാൻ കഴിയാത്ത രീതിയിൽ
ഫറവോൻ ഇസ്രയേൽ പാളയത്തിൽ നിന്ന് അകലം വിട്ടു നിൽക്കുകയാ. എന്താ അകലം വിട്ടു നിൽക്കാൻ കാരണം? ദൈവത്തിന്റെ ആ അഗ്നിമയ തൂണുകൾ അവർക്ക് ഇടയിൽ, ഫറവോനും ഇസ്രയേൽ ജനത്തിനും ഇടയിൽ നിൽക്കുന്നത് കൊണ്ട് അത് കടന്ന് ഫറവോന് ഇസ്രയേൽ പാളയത്തിലേക്ക് വരുവാൻ കഴിഞ്ഞില്ല. എന്നാൽ പുറകോട്ട് പോകുവാനായിട്ട് കഴിയാത്തത് കൊണ്ട് നമുക്ക് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് മടങ്ങിപ്പോകാമെന്ന് ജനം വിചാരിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് എന്താ ഫീൽ ചെയ്യാൻ മനസ്സിലായത്? ഇടത്തും വലത്തും കിഴുക്കാൻ ദുഃഖായ പാറക്കെട്ടുകൾ നിൽക്കുകയാണ്. ആ പാറക്കെട്ടുകളിൽ വലിഞ്ഞു കയറുന്നത് വളരെ അപകടകരമാണെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് പ്രയാസമുണ്ടായില്ല. അതുകൊണ്ട് ഇടത്തോട്ടും വലത്തോട്ടും പോകുവാൻ കഴിയാതെ, പുറകോട്ട് പോകുവാൻ കഴിയാതെ, മുമ്പോട്ട് മാത്രമേ പോകുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതായ ഘട്ടത്തിൽ അവർ എത്തി നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവമേ, മുമ്പും പിമ്പും നീ എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരിക്കുന്നു. ചിലപ്പോൾ നാം വിചാരിക്കുന്നതായ വഴികളൊക്കെ അടയാൻ കാരണം എന്താ? നാം ചിലപ്പോൾ ചിന്തിക്കുന്നതായ പാതകളൊക്കെ ക്ലോസ് ആവാൻ കാരണം എന്താ? ഇന്ന രീതിയിൽ കൂടെ നന്മ ലഭിക്കുമെന്ന് വിചാരിക്കുന്നതായ വിഷയത്തിൽ കൂടെ നന്മ ലഭിക്കാത്തതിന് കാരണം എന്താ? നമുക്കൊരു വിടുതൽ ഈ വിഷയത്തിൽ കൂടെ ഉണ്ടാകുമായിരുന്നു, എന്നാൽ ഉണ്ടാകാത്തതിന് കാരണം എന്താ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുണ്ടാകാത്തതിന് കാരണം ദൈവത്തിന്റെ പാതയിൽ നിന്ന്, ദൈവിക നിർണയത്തിൽ നിന്ന് നാം മാറിപ്പോകും എന്നുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. മുമ്പും പിമ്പും നമ്മെ അടച്ച് ദൈവത്തിന്റെ കൈ നമ്മുടെ മേൽ ചില സമയത്ത് ഭാരമായി വരുവാൻ കാരണം. ഇസ്രായേലിൽ ജനം എവിടെത്തിയെന്നാ പറഞ്ഞ? ഒടുവിൽ ഏതാമിലെത്തി. ഏതാമിലെത്തിയതായ ഈ ഇസ്രായേൽ ജനത്തിന് അവിടുന്ന് വളരെ എളുപ്പത്തിൽ കനാനിലേക്ക് പോകാമായിരുന്നു. പക്ഷേ ദൈവം അവരെ വിട്ടില്ല. കാരണം എന്ത്? പ്രൈസ് അവർക്കറിയാം, കനാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഉഗ്രമായ യുദ്ധം ഉണ്ടാകും. അവിടെ നരഭോജികളായ മനുഷ്യരുമായിട്ടാണ് യുദ്ധം. അനാക്യമല്ലന്മാരുമായിട്ടാണ് യുദ്ധം. യബൂസ്യരും പെരിസ്യരും ഹിത്യരും ഹിവിയരും എന്ന് തുടങ്ങി 8ഓളം ജാതീയ ശക്തികൾ അവിടെയുണ്ട്. അതുകൊണ്ട് നേരിട്ട് അവരുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 4-5 ദിവസം കൊണ്ട് ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ 11 ദിവസത്തെ യാത്രയുള്ളൂ. വെറും 11 ദിവസത്തെ യാത്ര. ആ 11 ദിവസത്തെ തിരക്കിട്ട യാത്ര കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, അവര് ഒരിക്കലും കനാൻ നാട്ടിലേക്ക് കടക്കുവാൻ കഴിയാത്ത രീതിയിൽ യുദ്ധം അറിഞ്ഞിട്ടില്ലാത്തതായ ജനമായതുകൊണ്ട് അവർ ഭയപ്പെട്ട് ഒന്നുകിൽ അവിടെ അവരുടെ ജീവിതം അവസാനിക്കും, അല്ലെങ്കിൽ അവർ മടങ്ങി തിരികെ പോകുവാൻ തിരികെ മിസ്രൈമിലേക്ക് തന്നെ ഓടിപ്പോകുവാൻ ഇടയായിട്ട് തീരും എന്നറിയാമായിരുന്നതായ ദൈവം, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ ആ മുൻനിർണയ പ്രകാരം ഏതാമിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ ചെങ്കടലിന്റെ ആ തീരത്തുകൂടെ അവരെ നടത്തുവാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാനിത് പറയാൻ കാരണം, എന്തുകൊണ്ടാണ് ജനത്തിന് ചെങ്കടൽ കടക്കേണ്ടി വന്നത് എന്നുള്ളത് വ്യക്തമാക്കുവാനാണ്. ചെങ്കടൽ കടക്കണമെന്നുള്ളത് ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ ഒരു നിർബന്ധമായി നിന്നതുപോലെ തന്നെ പുതിയ നിയമ വിശ്വാസികളായ നമ്മൾക്ക് മുന്നിലും പ്രൈസ് ദി ലോർഡ് സ്വർഗീയ കനാനിലേക്കുള്ളതായ യാത്ര ആരംഭിക്കുന്ന ഓരോ വ്യക്തിയും ഈ ചെങ്കടൽ കടന്നേ മതിയാകുകയുള്ളൂ. എന്താണ് ഈ ചെങ്കടൽ? പൗലോസ് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, അവർ ചെങ്കടലിൽ കൂടെയും മേഘത്തിൻ കീഴിലും വെള്ളത്തിൽ കൂടെയും സ്നാനമേറ്റു, അതിൽ കൂടെ അവർ കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിന്റെ ഉപദേശങ്ങളുടെ അല്ലെങ്കിൽ സഭയുടെ നിലനിൽപ്പിന്റെ, സഭയുടെ ആരംഭം മുതൽ അതിന്റെ വളർച്ചയുടെ പൂർത്തീകരണം വരെ പഠിക്കുവാൻ നമുക്ക് ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയതായ വഴികളിൽ കൂടെ നാം ഒന്ന് ചിന്തിച്ചേ മതിയാകുകയുള്ളൂ. പുതിയ നിയമത്തിന്റെ ഉപദേശങ്ങൾ പഴയ നിയമത്തിൽ അധിഷ്ഠിതമാണ്. ഒരു പുതിയ ഉപദേശമല്ല
പുതിയ നിയമ ഉപദേശം എന്ന് പറയുന്നത് അത് പഴയ നിയമ ഉപദേശം തന്നെയാണ്. പക്ഷേ അത് അക്ഷരീകമായിരുന്നതായ വിഷയത്തെ നമുക്ക് ആത്മീകമായ വിഷയത്തിലേക്ക് പൊരുൾ തിരിച്ച് ലഭിച്ചു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ജനം എന്ത് ചെയ്തു? ജനം അവിടെ കടന്നു വന്ന് നിൽക്കുകയാ. ഇസ്രായേൽ ജനത്തിന്റെ പുറകിൽ മിസ്രൈമ്യ ജനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിൽക്കുന്നതായ ഈ ജനത്തിന് വേണ്ടി യഹോവയായ ദൈവം മോശയോട് അപേക്ഷിക്കുന്നതായ കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 13-ാമത്തെ വാക്യം. മോശ ജനത്തെ ധൈര്യപ്പെടുത്തുകയാണ്. ഭയപ്പെട്ട് ജനം നിൽക്കുകയാണ്. വെള്ളത്തിലിറങ്ങാൻ അല്ലെങ്കിൽ കടലിൽ ഇറങ്ങിയാൽ മുങ്ങിത്താഴുമെന്നുള്ള കാര്യം അവർക്കറിയാം. കാരണം നീന്തൽ അറിയാമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരായി നീന്തി കടക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ അവരുടെ പക്കൽ സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, പ്രായമുള്ളവരുണ്ട്, മൃഗസമ്പത്തുകളുണ്ട്, ഞാട്, മാട്, കഴുത എന്ന് തുടങ്ങി വലിയ മൃഗസമ്പത്തുണ്ട്. ഇതിനെ എല്ലാത്തിനെയും കൊണ്ട് വെള്ളത്തിൽ കൂടെ പോവുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിരിക്കുന്നതായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ വെള്ളത്തിലിറങ്ങാതെ ഭാരപ്പെട്ട് ഭയപ്പെട്ട് നിൽക്കുകയാണ്. 13-ാമത്തെ വാക്യം നോക്കിക്കേ. And Moses said unto the people, fear ye not, stand still and see the salvation of the Lord, which he will shew to you today. For the Egyptians whom you have seen today, you shall see them again no more forever. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. ദൈവം ഉറപ്പ് കൊടുക്കുകയാണ്. നിങ്ങൾ മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരിക്കലും മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകേണ്ട ആവശ്യമേ വരികയില്ല. മറുഭാഗത്ത് പറഞ്ഞാൽ നിങ്ങൾ മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവജനത്തിനുള്ളതായ താക്കീതാണ്. ഒരിക്കൽ വിട്ടതായ മിസ്രയീമ്യ സമ്പത്ത്, ഒരിക്കൽ വിട്ടതായ മിസ്രയീമ്യ ജീവിത രീതി, ഒരിക്കൽ അവര് അനുസരിച്ചു പോകുന്നതായ മിസ്രയീം ചട്ടങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ഒരിക്കൽ അവർ അനുവർത്തിച്ചു പോകുന്നതായ മിസ്രയീമ്യ പാരമ്പര്യങ്ങൾ, ഇതിനി ഒരിക്കലും അവരുടെ ജീവിതത്തിൽ മടങ്ങി വരുവാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവം അവർക്ക് നിർണയിച്ചു കൊടുത്തിരിക്കുന്ന കാര്യമാണ്. ആരെങ്കിലും മടങ്ങിപ്പോകുവാനായിട്ട് ചിന്ത വന്നാൽ അവർക്ക് മടങ്ങിപ്പോകുവാൻ കഴിയാത്ത രീതിയിൽ തിരിച്ചുള്ളതായ പാത അവർക്ക് പുറകിൽ ദൈവം അടച്ചു കളയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് അങ്ങനെയാണെങ്കിൽ പുതിയ നിയമവിശ്വാസികളെ സംബന്ധിച്ച് അത്ര വലിയ സ്ട്രിക്റ്റ് അല്ലെങ്കിൽ അത്ര വലിയ നിർബന്ധം ദൈവം തന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിട്ടത് തിരിച്ച് എടുക്കാൻ ആവശ്യമുണ്ട് എങ്കിൽ അല്ലെങ്കിൽ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ദൈവത്തിന്റെ പ്രമാണവുമായിട്ടുള്ളതായ ബന്ധം നഷ്ടപ്പെടും. ദൈവിക ബന്ധവുമായിട്ടുള്ളതായ ഹല്ലേലൂയ അറ്റാച്ച്മെന്റ് നഷ്ടപ്പെടും. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ലഭിക്കേണ്ടതായ നന്മകൾ തടയപ്പെടും. നിത്യരാജ്യം ഹല്ലേലൂയ അങ്ങനെയുള്ളവർക്ക് ലഭ്യമാകാതെ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിർബന്ധമായും പുതിയ നിയമത്തിൽ ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല, ദൈവം ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇസ്രായേൽ മക്കൾക്ക് എന്തുകൊണ്ട് അത് കൊടുത്തു? അവരുടെ ക്രിസ്ത്യൻ അല്ലെങ്കിൽ അവരുടെ വാഗ്ദത്ത നാട്ടിലേക്കുള്ളതായ യാത്രയുടെ ആരംഭ കാലഘട്ടമാണ്. ആ ആരംഭ കാലഘട്ടമായതുകൊണ്ട് അവർക്ക് അവര് ആ വിധത്തിൽ വളർച്ച അവർക്ക് ഒട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവന്റെ ഗൗരവത്തെ കുറിച്ച് അവർക്ക് അറിയത്തില്ല. അത് മനസ്സിലാക്കാനുള്ളതായ പ്രായമോ പക്വതയോ അവർക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് അവരുടെ പിന്നിൽ
അങ്ങനെ ഒരു നിർബന്ധമായ മതിൽ വെക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ച്, പുതിയ നിയമ സഭകളെ സംബന്ധിച്ച് ഒരു കാര്യം പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ വിട്ടത്, ഒരിക്കൽ ഉപേക്ഷിച്ചത്, ഒരിക്കൽ വേണ്ട എന്ന് വെച്ചത്, ഹല്ലേലൂയ, മടക്കിയെടുക്കാതിരിക്കുവാൻ സൂക്ഷിക്കണം. മടക്കിയെടുക്കുവാൻ ഒത്തിരി പഴുതുകളുണ്ട് കേട്ടോ, ഒത്തിരി ചാൻസുകളുണ്ട്, ഒത്തിരി അവസ്ഥകൾ കടന്നു വരും. പക്ഷേ വേണ്ട അല്ലെങ്കിൽ തെറ്റാണെന്ന് മനസ്സിലാക്കിയത്, വേണ്ട എന്ന് വെച്ചത്, ഒരിക്കലും അത് തിരികെ എടുക്കുവാൻ ദൈവജനം തയ്യാറാകരുത് എന്നുള്ള കാര്യമാണ് പുതിയ നിയമത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഇതൊരു വലിയ മാർമികമായ വിഷയമാണ് കേട്ടോ. എന്തുകൊണ്ടാണ് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറയാൻ കാരണം? വഴിയിലെ ഒരു പ്രതിസന്ധിയെ കുറിച്ചും മുമ്പേ ദൈവം അവരോട് പ്രത്യേകിച്ച് പറഞ്ഞില്ല. നിങ്ങൾ പുറപ്പെടൂ, ഫറവോനും സൈന്യം പുറകെ വരും എന്ന് നേരത്തെ ഒരു ഹിന്റ് കൊടുത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പുറകിലും കൂടെ ഒരു കണ്ണു വേണം കേട്ടോ. നിങ്ങൾ മുമ്പോട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിലും പുറകോട്ടും കൂടെ ഒന്ന് നോക്കിക്കോണം, ശ്രദ്ധിച്ചോണം. ഫറവോൻ വരാൻ സാധ്യതയുണ്ട് എന്ന് ദൈവം ഒരു ഹിന്റ് അവർക്ക് കൊടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹിന്റ് കൊടുത്തിരുന്നെങ്കിലോ കാര്യം കോംപ്ലിക്കേഷൻ ആയനേമായിരുന്നു. മുന്നോട്ടുള്ളവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളതായ യാത്ര, അതിന്റെ പ്രോസസ് നടക്കത്തില്ല. പ്രൈസ്. അതുകൊണ്ട് തന്നെ ദൈവം അത് തടയുവാൻ, അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ അവർക്ക് കൊടുത്തില്ല. ആ ഇൻഫർമേഷൻ കൊടുക്കാതിരുന്നത് കൊണ്ട് എന്തെല്ലാമാണ് അവരുടെ വിഷയത്തിൽ വന്നത്, അതിനെല്ലാം ദൈവം തന്നെയാണ് അത് സോൾവ് ചെയ്തത്. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇസ്രായേൽ ജനമേ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ മിസ്രൈമ്യ പട്ടാളം പുറകെ വരുന്നുണ്ടെന്ന്? അത് നിങ്ങൾക്ക് അറിവില്ലാത്ത വിഷയമാണ്. പക്ഷെ അവർ പുറകിലുണ്ട്. നിങ്ങൾ അവരെ ഓർത്ത് ഭാരപ്പെടേണ്ട. ഞാൻ അവരുടെ കാര്യം, ഫറവോന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള ഉറപ്പ് ദൈവം കൊടുക്കുകയാണ്. ദൈവം പറയാത്തതായ, ദൈവം ഹിന്റ് തരാത്തതായ ഏതെങ്കിലും പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. പുതിയ നിയമവിശ്വാസികളായ നമ്മോട് ദൈവത്തിന്റെ വചനത്തിന്റെ ക്ലിയർ കട്ട് ഞാൻ പറയാം. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവവചനം പ്രമാണിക്കുന്നതായ ദൈവജനത്തിന് ദൈവം പറയാത്തതായ എന്തെങ്കിലും പ്രതിസന്ധി നമ്മുടെ ആത്മീയ, ഭൗതിക, ശാരീരിക മണ്ഡലങ്ങൾ വന്നാൽ അതിൻ്റെ റെമഡി എന്ന് പറയുന്നത്, അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. നാം ദൈവത്തോട് പറ്റി നിന്നാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. കാര്യങ്ങൾ ദൈവം ക്രമീകരിച്ചോളും. അതാണ് 14-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്ക് തരുന്നതായ ഉറപ്പ്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അത് മിസ്രൈമ്യരോട് പറഞ്ഞ കാര്യം മാത്രമല്ല, നമ്മോടും പറയുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഏത് വിഷയത്തിൽ മാത്രം? ദൈവം നമ്മിൽ നിന്നും മറച്ചു വെക്കുന്നതായ വിഷയങ്ങൾ മൂലം നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ പ്രതിസന്ധികൾ സോൾവ് ചെയ്യുവാനുള്ള 100% ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കും. അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ദൈവം നമ്മോട് ഹിന്റ് തരികയും ഇനി നിന്റെ വഴിയെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് നാം സൂക്ഷിക്കാതെ ഇരുന്നാൽ ദൈവമല്ല അതിന്റെ ഉത്തരവാദി, നാം ആണ് അതിന്റെ ഉത്തരവാദി. അതുകൊണ്ട് നമ്മുടെ യാത്ര, നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്, നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ദിനംതോറും ദൈവത്തിങ്കൽ നിന്നുള്ളതായ ആലോചനയും നിർണയവും പ്രാപിച്ചതായിരിക്കണമേ എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്താ പറഞ്ഞത്? അപ്പോൾ യഹോവ മോശയോട്, 15-ാമത്തെ വാക്യം, അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. പ്രൈസ് ദി ലോർഡ്. വടിയെടുത്ത് നിന്റെ കൈ കടൽമേൽ നീട്ടി അതിനെ വിഭാഗിക്ക.
ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നു പോകും. ഞാൻ മിസ്രയീമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കും. അവർ ഇവരുടെ പിന്നാലെ ചെല്ലും. ഞാൻ ഫറവോനിലും അവന്റെ സകല സൈന്യത്തിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. മുമ്പോട്ട് പോകുവാനായിട്ട് ജനത്തോട് പറയാൻ മോശയോട് പറഞ്ഞു. ഏതാണ്ട് 30 മുതൽ 60 ലക്ഷം വരെയുള്ളതായ വലിയ ഒരു ജനസമുദ്രമാണ്. 30 ലക്ഷം ഉള്ള ആൾക്കാരുള്ളതായ ഒരു ജനക്കൂട്ടം എന്ന് പറയുമ്പോൾ നമുക്കത് ഇമാജിൻ ചെയ്യുവാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മൾട്ടിറ്റ്യൂഡാണ്. ആ ജനത്തോട് മോശ ഒരാള് പറയുകയാണ്, മുമ്പിലുള്ളതായ ചെങ്കടൽ സാരമില്ല, നിങ്ങൾ അങ്ങ് മുമ്പോട്ട് പോ എന്ന് പറഞ്ഞാൽ ആരേലും കേൾക്കുമോ? ഒരു മനുഷ്യനും കേൾക്കത്തില്ല. ഒരു മനുഷ്യനും കേട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അനുസരിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു മനുഷ്യനും അനുസരിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. മോശ പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് പോയിക്കോ, ദൈവം നോക്കിക്കൊള്ളും. അവരനങ്ങിയില്ല. കാരണം ചെങ്കടലാണ് മുമ്പിൽ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ തൽമൂദ് പറയുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ജനം അനുസരിക്കാതെ നിന്ന് കഴിഞ്ഞപ്പോ, ഞാൻ എനിക്കത് പറഞ്ഞതാണ്, ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. ജനം ഭയപ്പെട്ട് എന്തു വന്നാലും ഞങ്ങൾ ഇറങ്ങത്തില്ല എന്നുള്ളതായ ആ ഭയത്തോടെ നിൽക്കുമ്പോ യഹോവയായ ദൈവത്തിന്റെ കരം, ഒരു വലിയ കൈപ്പത്തി അവർക്ക് മീതെ, ചെങ്കടലിന് മീതെ വെളിപ്പെട്ടു. അന്തരീക്ഷത്തിൽ അഥവാ ആകാശത്തിൽ ഭീകരമായ ഒരു കരം, ആ കരം ചെങ്കടലിന് മുകളിലായി ആ കരം വെളിപ്പെടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. ഒരു കരം മാത്രം, അതും ചിന്തിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ളതായ വലിപ്പത്തിലുള്ള ആ കരം കണ്ടു കഴിഞ്ഞപ്പോ, കടല് കണ്ടാൽ പേടിച്ചു നിന്നതായ ജനം അതിനേക്കാൾ ഭയപ്പെട്ടു. ഈ കരം കണ്ടു കഴിഞ്ഞപ്പോ അവർ ഓടി വെള്ളത്തിലേക്ക് ഇറങ്ങി. ആ ഇറങ്ങിയതോടുകൂടെ കടല് വിഭാഗിക്കപ്പെട്ട് അവർ ഉണങ്ങിയ നിലത്തുകൂടെ അക്കരെ പോകുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കരം ഞങ്ങളെ നടത്തി എന്ന് പ്രൈസ് ദി ലോർഡ് സങ്കീർത്തന ഭാഗത്തിൽ നമുക്ക് വായിപ്പാനായിട്ട് കഴിയും. നീട്ടിയ ഭുജം കൊണ്ടും. പ്രൈസ് ദി ലോർഡ്. ആ നീട്ടിയ ഭുജം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരം, അക്ഷരാർത്ഥത്തിൽ അവർക്ക് വെളിപ്പെട്ടതായ കരമാണ്. ഇത് ഇമാജിനേഷൻ അല്ല, ഇത് തൽമൂദിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ചരിത്ര ലിഖിതമായത് കൊണ്ടാണ് ഉറപ്പോടെ പറയുവാൻ കാരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് യഹോവയായ ദൈവം ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെങ്കടൽ വിഭാഗിക്കാമെന്ന് പറഞ്ഞു. നിന്റെ കൈ വടിയോടുകൂടെ കടലിലേക്ക് നീട്ടാൻ പറഞ്ഞു. നീട്ടിയപ്പോ ഒരു വലിയ കിഴക്കൻ കാറ്റ് അടിക്കുവാനായിട്ടിടയായി. ആ കിഴക്കൻ കാറ്റടിച്ച് ചെങ്കടലിനെ ഉണക്കിക്കളഞ്ഞു. ചെങ്കടലിനെ വിഭാഗിച്ചു. ആ ഉണങ്ങിയ നിലത്തെ ആ ഹീറ്റ് വേവ്സ് വന്ന് എന്ത് ചെയ്തു? കടലിനെ ഉണക്കിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കിഴക്കൻ കാറ്റിന്റെ പ്രത്യേകത ഏതാ? കിഴക്കൻ കാറ്റ് എന്ന് പറയുന്നത് വരൾച്ച ഉണ്ടാക്കുന്ന കാറ്റാണ്, ചൂട് കാറ്റാണ്. പ്രൈസ് ദി ലോർഡ്. കിഴക്കൻ കാറ്റിന്റെ സ്വഭാവം നമുക്ക് ഒത്തിരി വേദപുസ്തകത്തിൽ പഠിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിനറിയാം ഏത് കാറ്റടിച്ചാൽ ഉണങ്ങും, ഏത് കാറ്റടിച്ചാൽ നനയും, ഏത് കാറ്റടിച്ചാൽ കപ്പൽ മറിയും, ഏത് കാറ്റടിച്ചാൽ ഹല്ലേലൂയ മന്ദമായി കപ്പലിനെ നീക്കാൻ പറ്റും എന്നൊക്കെയുള്ളത് ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. സാഹചര്യത്തിനനുസരിച്ച് പ്രപഞ്ച ശക്തികളെ നിയന്ത്രിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് വേറെ ആരും അതിന് ആലോചന പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. സാഹചര്യത്തിനനുസരിച്ച് പ്രപഞ്ച ശക്തികളെ നിയന്ത്രിപ്പാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പോ ഇസ്രായേലിന് ലഭിച്ചതായ ആ സ്വർഗീയ സംരക്ഷണം, ദൈവമായ യഹോവയെ ഇസ്രായേൽ ജാതികൾ, ഇസ്രായേൽ ജാതി അങ്ങനെ മനസ്സിലാക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. പ്രൈസ് ദി ലോർഡ്. 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, യഹോവയായ ദൈവം മോശ കടലിന്മേൽ കൈ നീട്ടി
യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നടന്നുപോയി. 21-ാം വാക്യത്തിനും 22-ാം വാക്യത്തിനും ഇടയ്ക്കുള്ളതായ സംഭവമാണ് ഞാൻ പറഞ്ഞത്. യഹോവയായ ദൈവത്തിന്റെ കരം ഇവിടെ വെളിപ്പെട്ടു. ചെങ്കടലിന്റെ മുകളിൽ വെളിപ്പെട്ടു. പാത വെളിപ്പെട്ടിട്ടും, ഉണങ്ങിയ പാത വെളിപ്പെട്ടിട്ടും അവർക്ക് ഇറങ്ങുവാൻ ഭയം തോന്നി. കാരണം എപ്പോഴാണ് ഈ വിഭാഗിക്കപ്പെട്ട് നിൽക്കുന്നതായ വെള്ളം ഒരുമിച്ച് ചേരുന്നതെന്ന് അവർക്കറിയത്തില്ല. അവര് മാനുഷിക ബുദ്ധികൾ കൂടെ ചിന്തിക്കുകയാണ്. പക്ഷേ ദൈവത്തിന്റെ കരമാണ് അതിനെ വേർതിരിച്ചതെന്നും ദൈവത്തിന്റെ കരമാണ് അതിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നതെന്നും അവർക്ക് ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവകരത്തിന്റെ ശക്തി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തത് കൊണ്ട് മുമ്പോട്ട് സ്റ്റെപ്പ് വെക്കുവാൻ നാം പലപ്പോഴും മടിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ, ദൈവം നമുക്ക് വേണ്ടി വഴി തുറന്നിട്ട് ആ തുറന്ന വഴിയിൽ കൂടെ മുന്നോട്ട് പോകുവാൻ കഴിയാതെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇതും കൂടെ നടക്കട്ടെ, ഇതും കൂടെ എന്റെ കണ്ണിന് മുമ്പിൽ വരട്ടെ, ഈ വിഷയം കൂടെ പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞ് പലപ്പോഴും നാം അമാന്തിക്കുമ്പോൾ നഷ്ടം വരുന്നത് നമ്മൾക്കാണ് എന്ന് മനസ്സിലാക്കുവാനുള്ളതായ ആ ബുദ്ധി നമുക്കുണ്ടായി തീരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഫറവോന്റെ മേലുള്ളതായ ന്യായവിധിയ. ദൈവജനത്തിന് വിടുതലായിരിക്കുമ്പോ പ്രൈസ് ദി ലോർഡ്, ഫറവോനും കൂട്ടർക്കും ന്യായവിധിയ. വളരെ ദൈവിക പദ്ധതിയുടെ രണ്ട് മുഖങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എവിടൊക്കെ ദൈവപ്രവൃത്തി ഉണ്ടോ, എവിടൊക്കെ ദൈവിക വിടുതലുണ്ടോ, എവിടൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമുണ്ടോ, അതിനൊരു മറുവശം കൂടി ഉണ്ട് എന്ന് നാം മനസ്സിലാക്കാതിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവസഭ ഇവിടെ നിന്ന് താമസിയാതെ എടുക്കപ്പെടും. ദൈവജനത്തിന് വലിയ അനുഗ്രഹത്തിന്റെ കാര്യമാണത്. ദൈവജനത്തെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള വിഷയമാണ്. എന്നാൽ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാതെ പോകുന്ന ഒരു വലിയ മൾട്ടിറ്റ്യൂഡ് ഇവിടെ കാണും. ഒരു ഭാഗത്ത് ദൈവിക വിടുതൽ നടക്കുമ്പോൾ മറുഭാഗത്ത് ന്യായവിധിക്ക് വേണ്ടി ഒരു വലിയ ജനം ഒരുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചെറുതായാലും വലുതായാലും ദൈവവചനത്തിന് കീഴ്പ്പെടുന്ന, ദൈവവചനത്തെ ഏറ്റെടുക്കുന്ന, ദൈവവചനത്തെ അനുസരിക്കുന്ന ദൈവജനത്തിന് എക്കാലത്തും വിടുതലാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവവചനത്തോട് മറുതലിക്കുകയും അതിനനുസരണക്കേട് കാണിക്കുകയും സ്വന്തം വഴിയിൽ കൂടെ നാം പോകുകയും ചെയ്യുമ്പോൾ മറുഭാഗത്ത് ഒരു ന്യായവിധി ഒരുങ്ങുകയാണ് എന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് ഹിന്റ് തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ലഭിക്കുന്നതായ മുന്നറിയിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ അത് നിർണായകമാണെന്ന് മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. 14-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗങ്ങളിലേക്ക് വരുമ്പോ ജഡ്ജ്മെന്റ് അപ്പോൺ ഫറവോയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 23 മുതൽ 33 വരെയുള്ളതായ 31 വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. 31 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് അവര് മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. അതിന്റെ പുറകെ വന്നതായ മിസ്രൈമിയ സൈന്യം ചെങ്കലിന്റെ നടുവിലെത്തിയപ്പോ ദൈവത്തിന്റെ കരം ആ തടഞ്ഞ വെള്ളത്തെയും തമ്മിൽ വേർതിരിച്ചു നിർത്തിയ ദൈവത്തിന്റെ കരം ദൈവം പിൻവലിക്കുവാനിടയായി. വെള്ളം കൂടിച്ചേർന്നു. അതിനിടയ്ക്കുള്ളതായ ഫറവോനും സൈന്യവും ആ ചെങ്കടലിൽ മുങ്ങിത്താഴുവാനിടയായി. ഇതാണ് ദൈവത്തിന്റെ ന്യായവിധി. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും അനുസരണക്കേട് മൂലമോ കഠിന ഹൃദയം മൂലമോ മാനസാന്തരത്തിന് വഴിപ്പെടാത്തതായ ചിന്താമണ്ഡലം മൂലമോ നമ്മുടെ ജീവിതത്തിൽ ന്യായവിധി ഒരിക്കലും കടന്നു വരരുത് എന്ന് ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുകയാണ്. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോ മോശയുടെ പാട്ടും മഹാറായിലെ പിറുപിറുപ്പുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. മോശയും ഇസ്രായേൽ ജനവും യഹോവയ്ക്ക് പാടുന്ന പാട്ട് നമുക്ക്
15-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങൾ കാണുവാൻ കഴിയും. പ്രൈസല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിലും പല പാട്ടുകളുണ്ട് കേട്ടോ. ഇവിടെ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോ വിടുതലിന്റെ പാട്ടാണ്. ആരുടെ വായിൽ നിന്ന് പുറത്തു വരുന്നത്? മോശ ജനത്തിനു വേണ്ടി പാടുന്ന പാട്ടാണ്. മോശയുടെ പാട്ടാണത്. മോശയും അതോടെ ചേർന്ന് മോശ പാടുന്നതായ പാട്ട് ഏറ്റുപാടുകയാണ് ജനം. വിടുതലിന്റെ പാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിടുതൽ കിട്ടുന്നതായ ജനം ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നതാണ്. ദൈവസന്നിധാനത്തിൽ ഉയർത്തുന്നതായ പാട്ട്. മോശ പാടി അങ്ങോട്ട് നിർത്തിക്കഴിഞ്ഞപ്പോ പ്രൈസ് ദി ലോർഡ്, മോശയേക്കാൾ പ്രായമുള്ളതായ മിരിയാം തപ്പെടുത്ത് സ്ത്രീകളോടുകൂടെ നൃത്തം ചെയ്യുവാൻ ആരംഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നതിന് പ്രായം ഒരു വിഷയമേ അല്ല. പ്രൈസ് ദി ലോർഡ്. ചെറിയ കുട്ടിയായാലും യുവതിയായാലും യുവാക്കന്മാരായാലും വൃദ്ധന്മാരായാലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ യൗവനക്കാരായാലും ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ കഴിയും. സന്തോഷിക്കണമെന്ന് മിരിയാം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് ജനം എന്ത് ചെയ്ത് മുന്നോട്ട് യാത്രയാകുകയാണ്. ജനം ശൂർ മരുഭൂമിയിൽ എത്തിച്ചേരുവാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ജനം ശൂർ മരുഭൂമിയിൽ എത്തിക്കഴിഞ്ഞപ്പോ അവിടെ അവര് കരുതാത്തതായ ഒരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ടിടയായി. എന്താണ് അവരുടെ ജീവിതത്തിൽ കടന്നു വന്നതായ ആ പ്രതിസന്ധി? പ്രൈസ് ദി ലോർഡ്. ശൂർ മരുഭൂമിയിൽ ജനം എത്തിയപ്പോൾ 15-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ച് അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ ശൂറിന്റെ അനുഭവം ഞാൻ ഒരിക്കൽ സഭായോഗത്തിന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണും എന്ന് ഞാൻ കരുതുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇസ്രായേൽ മക്കൾ ശൂർ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് മാറയിലും പിന്നെ എലീമിലും എത്തി. അവിടെ അവർ പ്രവൃത്തു. അവർക്ക് മന്ന ദൈവം നൽകി. ശൂർ മരുഭൂമിയിൽ അവർ 3 ദിവസം വെള്ളം കിട്ടാതെ അലയുവാനിടയായി. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഇത് അടിക്കടി സംഭവിക്കുവാൻ സാധ്യതയുള്ള വിഷയമാണ്. ഒരു വിടുതൽ വന്നു കഴിഞ്ഞാൽ ആ വിടുതലിനെ തൊട്ട് ചിലപ്പോൾ ഒരു ഞെരുക്കം കടന്നു വരുവാൻ സാധ്യതയുണ്ട്. എന്തിനാണെന്നറിയാമോ? ആ വിടുതൽ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ വിശ്വസിച്ച് ഏറ്റെടുത്തു എന്നുള്ളതിന് ഒരു പരീക്ഷയാണത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ ലഭിച്ചിട്ട് തൊട്ടടുത്ത് ഒരു പ്രയാസമുള്ള അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നേരിടുകയാണെങ്കിൽ കിട്ടിയ നന്മ നമ്മളങ്ങ് മറക്കും. ആ പ്രതിസന്ധിയുടെ മുമ്പിൽ നാം വല്ലാതെ ഭാരപ്പെടുകയും ദൈവത്തോട് പിറുപിറുക്കുവാൻ ഇടയാകുകയും ചെയ്യും. അതൊരിക്കലും പാടില്ല. അത് തോൽവിയുടെ ലക്ഷണമാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾക്ക് ആ മരുഭൂമിയിലേക്ക് കടന്നു. മരുഭൂമിയിലേക്ക് കടന്ന് ശൂർ മരുഭൂമിയിൽ എത്തിയപ്പോ അവര് വെള്ളം അന്വേഷിച്ചു. പക്ഷേ 3 ദിവസം വെള്ളം കിട്ടാതെ അവർ അലയുവാനായിട്ടിടയായിട്ട് തീർന്നു. ആ വെള്ളം കിട്ടാതെ അലഞ്ഞു കഴിഞ്ഞപ്പോ ദൈവം അവർക്ക് അവിടെ പ്രൈസ് ദി ലോർഡ് അവരെ ഏലീമിലേക്ക് കൊണ്ടുവരുവാനായിട്ടിടയായി. ഏലീമിൽ എന്തുണ്ടായിരുന്നു നമുക്കറിയാം. 70 ഈന്തപ്പന ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 12 നീരുറവുകളും 7 ഈന്തപ്പനകളും ഉള്ളതായ ഏലീമിലേക്ക് കൊണ്ടുവരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. വെറുത്തത് മാത്രം വെച്ച് ശ്രദ്ധിക്കണമേ. ഇവിടെ ദൈവത്തിന്റെ മുന്നമേയുള്ള കരുതൽ നമുക്ക് ഉറപ്പ് തരുന്നതാണ്. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുമെന്നും ചെങ്കടൽ കടന്ന് ശൂർ മരുഭൂമിയിൽ എത്തുമെന്നും ദൈവത്തിനറിയാം. അപ്പോ ആ ചെങ്കടലിലേക്ക് കടക്കുമ്പോ തന്നെ, ശൂർ മരുഭൂമിയിലേക്ക് കടക്കുമ്പോ തന്നെ ഈ 70 ഈന്തപ്പനയും 12 നീരുറവുകൾ ഉണ്ടായിരുന്നെങ്കിൽ പൂർവ്വമായിരുന്നോ? പ്രൈസ് ദി ലോർഡ്. മാനുഷികമായി നമ്മൾ ചിന്തിക്കും അത് ദൈവത്തിന് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ദൈവത്തിന് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ജനം ശൂർ മരുഭൂമിയിലേക്ക് വരുന്നുള്ള കാര്യം ദൈവത്തിന് അറിയത്തില്ലയോ?
പിന്നെന്തിനാ 3 ദിവസം വെള്ളം കൊടുക്കാതെ അവരെ കഷ്ടപ്പെടുത്തി? എന്തിനാ 3 ദിവസത്തെ വഴിദൂരെ യാത്ര ചെയ്തതിന് ശേഷം പിന്നെ ഒരു ഏലിമിൽ എത്തിക്കേണ്ട കാര്യം എന്താ? ആ ഏലിം എന്തുകൊണ്ടാ ആ ശൂർ മരുഭൂമിയുടെ ആദ്യത്തിൽ തന്നെ കൊടുക്കാത്തതിന് കാരണം? ഇതൊക്കെ മാനുഷികമായ ചോദ്യങ്ങളാണ്, ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ചോദ്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മറുഭാഗത്ത് ഇത്രയും വീര്യപ്രവർത്തികൾ ചെയ്ത് കഴിഞ്ഞ 12 മാസത്തോളം എല്ലാ മാസവും തുടർമാനമായി ദൈവത്തിന്റെ കരം അവർക്ക് വേണ്ടി ഗോശൻ ദേശത്ത് വെളിപ്പെട്ട് ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കടത്തി മറുഭാഗത്ത് കൊണ്ടുവന്ന ദൈവത്തിന്റെ ജനം പുറകോട്ടും ചിന്തിച്ചാൽ ദൈവത്തിന്റെ അത്ഭുതമായ കരം കഴിഞ്ഞ 1 വർഷത്തിലധികം തുടർമാനമായി അനുഭവിച്ച ജനമാണ്. 1 വർഷം അവർ ദൈവത്തിന്റെ പാഠശാലയിൽ കൂടി, വിടുതലിന്റെ പാഠശാലയിൽ കൂടി കടന്നു പോയിട്ട് 3 ദിവസത്തെ ഒരു ടെസ്റ്റ്, ആ ടെസ്റ്റ് അവർ പാസ്സാകേണ്ടതായിരുന്നു. ഇത് ദൈവം നമുക്ക് തരുന്ന ടെസ്റ്റാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ എത്രയോ വർഷമായി ദൈവം നമ്മെ ഈ മരുഭൂമിയിൽ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രതിസന്ധികൾ കൂടി ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. മുങ്ങിപ്പോകാതെ, താണുപോകാതെ, നശിച്ചു പോകാതെ, പതറിപ്പോകാതെ ദൈവം തക്ക സമയത്ത് തന്റെ കാര്യം നീട്ടി നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അടുത്ത സ്റ്റേജിലേക്ക് നാം പോകുന്നതിന് മുമ്പ്, ഒരു പ്രൊമോഷന് മുമ്പ്, ഒരു സ്ഥാനക്കയറ്റത്തിന് മുമ്പ്, ഒരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ പരീക്ഷ എന്ന വണ്ണം, പ്രൈസ് ദി ലോർഡ്, 72 മണിക്കൂറത്തെ പരീക്ഷ അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോ 365 ദിവസത്തിലധികം അനുഭവിച്ച നന്മ അവർ മറന്നു കളഞ്ഞു. ഇതാണ് ദൈവത്തോട് ചെയ്യുന്ന നന്ദികേടെന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നതായ ശോധനകൾ, അത് വെറും ശോധനകളായി കാണുക മാത്രമല്ല, അത് ഉയരങ്ങളിലേക്കുള്ളതായ ചവിട്ടുപടിയാണെന്ന് മനസ്സിലാക്കി ദൈവം മുമ്പാകെ ഹല്ലേലൂയ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, ഉറപ്പോടെ പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞാൽ ക്രിസ്തീയ ജീവിതം വിജയിപ്പാനിടയായിട്ട് തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ദൈവം നടത്തുന്നതായ വഴികൾ വളരെ അഗോചരമാണ്. നമുക്കതിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് പ്രതിസന്ധി എന്ന് പറഞ്ഞ് നമ്മൾ ഞരങ്ങുവാൻ കാരണം. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ബുദ്ധിമോശം കൊണ്ടുവരുന്നതായ പ്രതിസന്ധി ഉണ്ട് കേട്ടോ. അനുസരണക്കേട് മൂലം വരുന്നതായ പ്രതിസന്ധി ഉണ്ട്. അത് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ആ പ്രതിസന്ധി നമ്മൾ തിരിച്ചറിയണം. ചില വിഷയങ്ങൾ വിട്ട് മാറേണ്ടതായ വിഷയങ്ങൾ വിട്ടുമാറാതെ, വിട്ട് കളയേണ്ടതായ വിഷയങ്ങൾ വിട്ടുകളയാതെ നാം നമ്മുടെ ബുദ്ധിയും നമ്മുടെ കടുംപിടുത്തവും കൊണ്ട് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വരുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും വിഷയങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ ഉണ്ട്. അതിനൊന്നും ദൈവം കുറ്റക്കാരനല്ല. അവിടെ ഉപവസിച്ചത് കൊണ്ടും പ്രാർത്ഥിച്ചത് കൊണ്ടും ഒന്നും നാം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളതായ വിടുതൽ കിട്ടിയെന്നും വരികയില്ല. പ്രൈസ് ദി ലോർഡ്. അത് ശ്രദ്ധിക്കണം നമ്മൾ. ഹല്ലേലൂയ. ഒഴിഞ്ഞു പോ മകനെ, ഇട്ടുപോ മകനെ, അല്ലെങ്കിൽ അത് അങ്ങോട്ട് തിരിയേണ്ട മകനെ, അല്ലെങ്കിൽ അത് മാറിപ്പോ എന്ന് പറഞ്ഞ് ദൈവം നമുക്ക് അനുഭവങ്ങളിൽ കൂടെ, വിവിധ വിഷയങ്ങളിൽ കൂടെ ആലോചനകൾ തന്ന് പ്രതിസന്ധി ഓർപ്പിച്ചുണർത്തുമ്പോ, അങ്ങനല്ല, ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് നാം പിടിച്ചങ്ങനെ നമ്മുടെ ആ അഡമൻ മെന്റാലിറ്റി ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ കടന്നു വരുന്ന ഞെരുക്കത്തിനും ശോധനയ്ക്കും മാനസികമായ പ്രയാസത്തിനൊന്നും ദൈവം കാരണഭൂതനല്ല. അവിടെ ഉപവാസം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ ഒന്നും പെട്ടെന്ന് വിടുതൽ ലഭിക്കുമെന്ന് വിചാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. കാരണം ഒരു കുരുക്കിൽ നാം അകപ്പെട്ടു പോയത് കൊണ്ടാണ്. അങ്ങനെ കുരുക്കിൽ അകപ്പെട്ടതായ ഒത്തിരി ജീവിതങ്ങളെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. ഇപ്പോട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് വരുന്നതായ ഓരോ ഘട്ടങ്ങളും, പ്രൈസ് ദി ലോർഡ്, അത് ദൈവം എന്താണ് ആലോചന പറയുന്നത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ, സ്റ്റെപ്പുകൾ വെക്കുവാൻ നാം തയ്യാറാകണം.
എന്ന് മാത്രം ഞാൻ പറഞ്ഞ് തൽക്കാലം ഞാൻ ടോപ്പിക്ക് വിടുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ശൂർ മരുഭൂമിയുടെ ചില പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ട് 16 മുതൽ 25 വരെയുള്ളതായ അധ്യായങ്ങൾ നമുക്ക് വേഗത്തിൽ അങ്ങ് തീർക്കാൻ കാരണം പ്രൈസ് ദി ലോർഡ്, അവരുടെ ഒരു സ്റ്റേജ് അവസാനിക്കുവാൻ പോകുകയാണ് സീനായി മരുഭൂമിയിൽ. സീനായി മരുഭൂമിയിലാണ് അവരുടെ വിടുതലിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വെളിപ്പെട്ടു വരുന്നത്. അതും കൂടെ ചിന്തിച്ചതിന് ശേഷം നമുക്ക് പ്രൈസ് ദി ലോർഡ് ദൈവവുമായിട്ടുള്ളതായ അവരുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരാം. ദൈവിക വീണ്ടെടുപ്പ് ഇസ്രായേൽ ജന മുഖാന്തരം ലോക ജനതയ്ക്ക് എങ്ങനെയാണ് കൈവശം വരുന്നത് എന്ന് നമുക്ക് 25-ാമത്തെ അധ്യായം മുതൽ ചിന്തിപ്പാനായിട്ട് ദൈവം സഹായിക്കുമാറാകട്ടെ. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം മുതൽ ലേവിയ പുസ്തകത്തിന്റെ 27-ാം അധ്യായം വരെയുള്ളതായ ഭാഗങ്ങൾ വീണ്ടെടുപ്പിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അത് നമുക്ക് വരുന്ന ദിവസങ്ങൾ ചിന്തിപ്പാൻ ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.